നമസ്കാരം. കോഴിക്കോട് പേരാമ്പ്ര അനു കൊലക്കേസ് പ്രതി മുജീബ് റഹ്മാൻ വേറെയും ചില ഇരകളെ ലക്ഷ്യമിട്ടതായി വിവരം. വാളൂരിന് അടുത്തുള്ള മറ്റ് 2 സ്ഥലങ്ങളിലും പ്രതി എത്തിയിരുന്നു. പ്രദേശവാസിയായ ഒരു സ്ത്രീയാണ് പോലീസിന് ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത്. അതിനിടെ മുജീബ് റഹ്മാന്റെ ഭാര്യയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുജീബിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവർക്കും പങ്കുണ്ടെന്നാണ് നിഗമനം. 11-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് മുജീബ് റഹ്മാൻ വാളൂരിലെ ഇടറോഡിൽ വെച്ച് അനുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തത്. ഈ സ്ഥലത്തിന് മുൻപുള്ള 2 ഇടറോഡുകളിൽ മുജീബ് റഹ്മാൻ എത്തിയിരുന്നു. പ്രതി ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായി കറങ്ങി നടന്നതായി ഒരു സ്ത്രീയാണ് പോലീസിന് വിവരം നൽകിയത്. അന്ന് പുലർച്ചെ 3:30യോടെയാണ് പ്രതി മട്ടന്നൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചത്. എന്നാൽ 9:30യോടെ മാത്രമാണ് ഇയാൾ വാളൂരിലെത്തിയത്. ഈ 6 മണിക്കൂർ സമയം പ്രതി എവിടെയായിരുന്നു എന്നും പോലീസ് പരിശോധിക്കും. മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്താനുള്ള സാധ്യതയും ഏറെയാണ്. ഇതിനു മുൻപും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയ കൊടും കുറ്റവാളിയാണ് മുജീബ് റഹ്മാൻ. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതിയുടെ രീതി. 2020-ൽ ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോറിക്ഷയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് അവരെ കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. പേരാമ്പ്രയിൽ അനുവിനെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത്. വയനാട്ടിലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയെന്ന സൂചനയുണ്ട്. മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ 60ഓളം കേസുകളിൽ പ്രതിയായ മുജീബ് ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ്. ഭർത്താവിൻ്റെ മോഷണത്തിനും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഭാര്യയാണ് ഇയാൾക്കുള്ളത് എന്നും പറയപ്പെടുന്നു. നൊച്ചാട് അനു കൊലക്കേസിൽ നിർണായക തെളിവുകൾ തേടി പ്രതി മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തും മുൻപ് തെളിവ് നശിപ്പിക്കാനുള്ള ഭാര്യയുടെ ശ്രമം വ്യക്തമാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിൽ ഇവർക്കുള്ള പങ്കുകൂടിയാണ്. കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത്. ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പോലീസ് എത്തിയ വിവരമറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ഇയാൾ ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാൻസ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഏതായാലും മുജീബ് റഹ്മാൻ മോഷണക്കേസുകളിലും ബലാത്സംഗ കേസിലും കുടുങ്ങി അകത്ത് കിടക്കുമ്പോൾ ഭർത്താവിനെ പുറത്തിറക്കാൻ നിയമവഴികൾ തേടുന്നതും അട്ടിമറിയൊരുക്കി ജാമ്യം നേടുന്നതുമൊക്കെ ഈ ഭാര്യയുടെ മികവാണ് എന്ന് പോലീസ് പറയുന്നു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഭാര്യയും അനു കൊലക്കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. കാണാതായി 24 മണിക്കൂറിന് ശേഷം വീടിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയോറ തോട്ടിലാണ് അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നമായിട്ടാണ് മൃതദേഹം കിടന്നത്. സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങി നടന്നത് കണ്ടു എന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനലാണ് എന്നത് മനസ്സിലായത്. അനു കൊലപാതക കേസ് പ്രതി കൊണ്ടോട്ടിയിലെ മുജീബ് റഹ്മാന്റെ വീട്ടിലെത്തിയ പോലീസിന് കാണാൻ കഴിഞ്ഞത് മോഷണത്തിനും മറ്റും ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളാണ്. മാല പൊട്ടിക്കാനുള്ളതടക്കം വിവിധ തരം കത്തികളും ടോർച്ചുമെല്ലാം പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. ഇത്തരത്തിൽ ബാഗിൽ എല്ലാ സംവിധാനവുമായിട്ടാണ് ഇയാൾ മോഷണത്തിന് ഇറങ്ങുന്നത്. പോലീസ് പിടിയിലായാൽ കേസുകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണ്. ജയിലിനുള്ളിൽ ഉള്ളപ്പോൾ എല്ലാം പൊന്നുപോലെ നോക്കുകയും ചെയ്യും ഭാര്യ. ഇതെല്ലാം കണ്ടും കേട്ടും ഞെട്ടുകയാണ് കേരള പോലീസ്. കൊടും ക്രിമിനലിന് എല്ലാ പിന്തുണയും ഭാര്യ നൽകി എന്നാണ് പോലീസ് ഇപ്പോൾ തിരിച്ചറിയുന്നത്.